ഈ ഒരു ക്വസ്റ്റ്യൻ സിമ്പിൾ ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ആദ്യമേ നോർമലായിട്ട് ചെയ്യേണ്ട രീതി, പിന്നെ എങ്ങനെ ഇത് സ്കിപ്പ് ചെയ്ത് പെട്ടെന്ന് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യമേ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കുക. ഒരു എമൗണ്ട്, സം എമൗണ്ട്, അത് 12% സിമ്പിൾ ഇൻട്രസ്റ്റിന് ഇട്ടു. റിമൈനിങ് 10%. അപ്പോൾ ആദ്യത്തെ എമൗണ്ട് എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ അത് 12%-നും രണ്ടാമത്തെ 10%-നും വൈ എന്ന് എടുത്തു. ഈ റിസീവ്ഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഓഫ് 130 രൂപ സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടി. എന്നിട്ട് എന്ത് ചെയ്തു? ഈ എമൗണ്ടുകൾ ഇൻ്റർചേഞ്ച് ചെയ്തു. അങ്ങനെ വന്നപ്പോൾ 134 രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടി. 134 രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടി. ദെൻ ഹൗ മച്ച് ഡിഡ് ഇൻവെസ്റ്റ് അറ്റ് ദ ഡിഫറൻറ്റ് റേറ്റ്? അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തത് 12%, ആദ്യത്തെ എമൗണ്ട് 12%, അതായിരിക്കും അവിടുത്തെ ഇൻട്രസ്റ്റ് വരുന്നത്. രണ്ടാമത്തെ 10%, അതായിരിക്കും അവിടുത്തെ ഇൻട്രസ്റ്റ് വരുന്നത്. ഇട്ട എമൗണ്ടിൻ്റെ 10%. ഇത് തമ്മിൽ കൂട്ടുമ്പോൾ 130. ദെൻ ഇൻ്റർചേഞ്ച് ചെയ്തു. ഇത് 10%, ഇതാണെങ്കിൽ 12%. ഓക്കെ, 134. ഓക്കെ, ഇങ്ങനെയാണ് എഴുതേണ്ട. എന്നിട്ട് ഇത് തമ്മിൽ കൂട്ടുമ്പോൾ 22% എക്സ് പ്ലസ് 22% വൈ എന്ന് പറയുന്നത് 264 എന്ന് പറയുന്നത് ഒന്നാമത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ, ഈ ഒരു ഇതിൽ നിന്ന് ഇത് രണ്ടാമത്തെ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ എന്ത് വരും? 2% ഓഫ് വൈ മൈനസ് 2% ഓഫ് എക്സ്, കാരണം എക്സ് കുറഞ്ഞല്ലോ, ഈക്വൽ ടു 4 എന്ന് പറഞ്ഞു കിട്ടും. ഇത് രണ്ടാമത്തെ ഇക്വേഷനായിട്ട് കിട്ടും. പക്ഷേ ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല, ഇങ്ങനെ എഴുതി ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് എഴുതാം. ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇൻ്റർചേഞ്ച് ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? ഇത് തമ്മിൽ കൂട്ടി എഴുതുക. ഇൻ്റർചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂട്ടി എഴുതാം. കൂട്ടി എഴുതുമ്പോൾ 22% ഓഫ് എക്സ്, 22% ഓഫ് വൈ, ആ എമൗണ്ട് കൂട്ടുക. 130 ഇത് തമ്മിൽ കൂട്ടുക. അപ്പോൾ എത്ര വരും? 264 വരും. ഡയറക്റ്റായിട്ട് എഴുതാം. രണ്ടാമത്തെ കേസിൽ 12 എക്സിൻ്റെ വാല്യൂ 10% കുറഞ്ഞു. 12 10% കുറഞ്ഞു, അതായത് 2% കുറഞ്ഞു. ഓക്കെ, ദെൻ അടുത്ത കേസിൽ ഇവിടെ എന്ത് പറ്റി? 10 വൈക്ക്, അത് 12 മീൻസ് 2 കൂടി, 2% കൂടി. അപ്പോൾ അവിടെ എന്ത് ചേഞ്ച് വന്നു? 130 ഉള്ളത് 134, 4 കൂടി. ഇങ്ങനെ നമുക്ക് ഡയറക്റ്റായിട്ട് എഴുതാം. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 22 ഇതും ക്യാൻസൽ ചെയ്യും. ഒരു പ്രാവശ്യം പോവും, 2 പ്രാവശ്യം പോവും, 12 പ്രാവശ്യം. ദെൻ പേഴ്സൻറ്റേജിൻ്റെ 100 കൂടി കൂട്ടുമ്പോൾ 1200. ദെൻ വൈൻ്റെ വാല്യൂ, ഇവിടെ 2 വെച്ച് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2 വൈ മൈനസ് എക്സ് എന്ന് പറയുന്നത് 200 എന്ന് പറഞ്ഞ് കിട്ടും. വൈ മൈനസ് എക്സ് എന്ന് പറയുന്നത് 200 എന്ന് പറഞ്ഞ് കിട്ടും. ദെൻ ഇത് തമ്മിൽ കൂട്ടുമ്പോൾ 2y-ൻ്റെ വാല്യൂ 1400. സോ വൈൻ്റെ വാല്യൂ 700 എന്ന് പറഞ്ഞ് കിട്ടും. വൈൻ്റെ വാല്യൂ 700. ഓക്കെ, ഹൗ മച്ച് മണി ഡിഡ് ഇൻവെസ്റ്റ് അറ്റ് ഡിഫറൻറ്റ് റേറ്റ്? എത്ര രൂപ ആണ് ടോട്ടലാണ് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ നമുക്ക് ആക്ച്വലി ഇത് നമ്മൾ കൂട്ടി എഴുതിയാൽ മതിയായിരുന്നു. ഇനി ഓരോന്നും ഇൻഡിവിജ്വൽ ആയിട്ടാണ് ചോദിച്ചിരുന്നെങ്കിൽ വൈ 700 മറ്റത് 500. ഇതായിരിക്കും ആൻസറായിട്ട് വരാൻ പോകുന്നത്. ഇതായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഫൈനലായിട്ട് ആൻസറായിട്ട് വരുന്നത്. ടോട്ടൽ എമൗണ്ട് ആണെങ്കിൽ തമ്മിൽ കൂട്ടി വെച്ചാൽ മതി, കൂട്ടിയിട്ട് എഴുതിയാൽ മതി. ആദ്യത്തെ ഇക്വേഷൻ്റെ ആവശ്യമുള്ളൂ. ടോട്ടൽ എമൗണ്ട് ആയിരുന്നെങ്കിൽ ആദ്യത്തെ ഇക്വേഷൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇൻഡിവിജ്വലി ഓരോന്നും ചോദിച്ചിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ കുറച്ച് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആക്ച്വലി ഒരു മിസ്റ്റേക്ക് ഉണ്ട്. 12% ഇൻട്രസ്റ്റിനകത്ത് എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തതെന്നാണ് ചോദിച്ചത്. ആദ്യം 12%, അത് 700 ആണ്. 700 ഓപ്ഷനായിട്ട് വരുന്നത്. ഓക്കെ.